കൻവർ യാത്ര എന്ന പേരും പറഞ്ഞ് ചില തെമ്മാടിക്കൂട്ടങ്ങൾ ഉത്തരേന്ത്യൻ തെരുവുകളിൽ അഴിഞ്ഞാടുകയാണ്. ഇവർക്കെതിരെ പെല്ലറ്റില്ല, ബുള്ളറ്റില്ല, ലാത്തി ചാർജില്ല, ജലപീരങ്കിയില്ല. ഇവരൊന്നും തന്നെ പാക് ചാരന്മാരല്ല, ഇവരൊന്നും തന്നെ ചൈനീസ് ചാരന്മാരല്ല, ഇവരൊന്നും രാജ്യദ്രോഹികളല്ല, ഇവരൊന്നും ദേശവിരുദ്ധരുമല്ല. സംഘപരിവാർ രാജ്യം ഭരിക്കുമ്പോൾ ചിലർക്കിവിടെ എന്തുമാകാം. കൻവർ യാത്രയിലേക്ക് പോകാം. അതിനു മുമ്പ് തികച്ചും ന്യായമായ ഒരു ആവശ്യത്തിനു വേണ്ടി രാജ്യത്തെ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരത്തെ BJP സർക്കാരുകൾ എങ്ങനെയാണ് നേരിട്ടത് എന്ന് കാണാം. समय है इन बच्चों को गले लगा करके राह दिखाने का. ये गुमराह बच्चे हैं, उनको राह दिखाना हमारा काम है. उनको सजा देना, अदालतों के चक्कर कटवाना, समाज में उनको प्रताड़ित करना, इससे हम परिस्थितियां नहीं बदल पाएंगे. मैं उन्हें माफ करना चाहता हूं. പാതി രാത്രിയിൽ നടത്തിയ ഒരു സെൽഫി സന്ദേശത്തിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി സമരം ചെയ്ത വിദ്യാർത്ഥികളോടെല്ലാം ക്ഷമിച്ചത്രേ. പ്രധാനമന്ത്രി, താങ്കൾ ദയവ് ചെയ്ത് താങ്കളുടെ മൂക്കിന് താഴെയുള്ള ഉത്തരേന്ത്യയിലെ തെരുവുകളിലേക്ക് നോക്കുക. കൻവർ യാത്ര എന്ന പേരും പറഞ്ഞ് തെമ്മാടിക്കൂട്ടങ്ങൾ അഴിഞ്ഞാടുകയാണ്. പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. മാത്രമല്ല, ഈ അക്രമികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. കൻവർ യാത്ര, ശിവഭക്തരുടെ വാർഷിക തീർത്ഥാടനം. ഗംഗാനദിയിൽ നിന്ന് പുണ്യജലം കൊണ്ടുവരുന്നതിനായി ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ കാൽനടയായി മൈലുകൾ താണ്ടുന്നു. ഗംഗാജലവുമായി അവർ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നു. ഇങ്ങനെ ശാന്തവും സമാധാനപരവുമായി തികഞ്ഞ അച്ചടക്കത്തോടെ നടന്നിരുന്ന ഒരു തീർത്ഥാടനമായിരുന്നു കൻവർ യാത്ര. സംഘപരിവാർ സമഗ്രാധിപത്യം നേടിയതോടെ യാത്രയുടെ രൂപവും ഭാവവും മാറി. യാത്രാപാതയുടെ ഇരുവശത്തുമുള്ള ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് നേരെ ആസൂത്രിത അക്രമങ്ങളുണ്ടായി. തീർത്ഥാടകർക്ക് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാം. പാതയോരങ്ങളിൽ ലഹരി വസ്തുക്കൾ സുലഭമാണ്. പക്ഷേ മാംസാഹാരം വിൽക്കുന്ന ഹോട്ടലുകൾ, അറവുശാലകൾ ഒന്നും പ്രവർത്തിക്കരുത്. BJP ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ബീഫ് നിരോധിച്ചിരിക്കുകയാണ്. കൻവർ യാത്ര പോകുന്ന വഴിയുടെ ഇരുവശത്തുമുള്ള അറവുശാലകളെല്ലാം തന്നെ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. മാത്രമല്ല, മുട്ട വിൽക്കാൻ പാടില്ല, അവിടെ മത്സ്യം വിൽക്കാൻ പാടില്ല, ചിക്കൻ വിൽക്കാൻ പാടില്ല, മട്ടൻ വിൽക്കാൻ പാടില്ല. ബീഫിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. അതേസമയം ബീഫ് കയറ്റുമതി ചെയ്ത് എത്ര പണം വേണമെങ്കിലും സമ്പാദിക്കാം. ബീഫ് കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ്. രാമായണത്തിലെ ശ്രീരാമനും ലക്ഷ്മണനുമെല്ലാം ഇഷ്ടം പോലെ മാംസം ഭക്ഷിക്കാം, യാതൊരു തടസ്സവുമില്ല. പക്ഷേ രാജ്യത്തെ മുസ്ലിങ്ങൾ, ദളിതർ അവരൊന്നും ബീഫ് കഴിക്കരുത്. കാരണം പശു സംഘപരിവാറിന് ദൈവമാണ്. നമുക്കിനി 2025 ചില കണക്കുകൾ നോക്കാം. ബീഫ് കയറ്റുമതിയിൽ 1ാം സ്ഥാനം ബ്രസീലിനാണ്, 2ാം സ്ഥാനം ഓസ്ട്രേലിയയ്ക്ക്, 3ാം സ്ഥാനം നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയ്ക്ക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിൽ രാജ്യത്ത് 1ാം സ്ഥാനം കേരളത്തിനാണ്. എന്നാൽ ബീഫിന്റെ കയറ്റുമതിയിൽ കേരളം വളരെ പിന്നിലാണ്. ബീഫ് കയറ്റുമതിയിൽ 1ാം സ്ഥാനം BJP ഭരിക്കുന്ന UPക്ക്, 2ാം സ്ഥാനം BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക്. ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലാം, എന്നാൽ ബീഫ് കയറ്റുമതി ചെയ്ത് കോടികൾ കൊയ്യാൻ യാതൊരു തടസ്സവുമില്ല. ഇതാണ് സംഘപരിവാറിന്റെ ബീഫ് രാഷ്ട്രീയം.